കർത്താവായ യേശുക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായ വിശുദ്ധീകരണം ഒരു മനുഷ്യന് ആവശ്യമാണ്. ഒരു മനുഷ്യന്റെ 3 മേഖലകളായ ശരീരം, ആത്മാവ്, മനസ്സ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. കാരണം വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ. ചില അന്ധകാര ശക്തികൾ വിട്ടുപോകുവാൻ, നാം അനുഗ്രഹം പ്രാപിക്കുവാൻ ഉപവാസവും പ്രാർത്ഥനയും ആവശ്യമാണ്. വിശുദ്ധിയോടെ നാം പ്രാർത്ഥനയ്ക്കായി കടന്നു ചെല്ലണം. പാപമോചനത്തിനായി പ്രാർത്ഥിക്കണം. മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട് യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണം. വചനം പറയുന്നു, അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിന്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധിയോടെ ജീവിതം നയിക്കുമ്പോൾ യേശുവിന്റെ കുരിശിലെ സ്നേഹത്തിൽ നിന്ന് ആർക്കും നമ്മെ വേർപെടുത്തുവാൻ സാധിക്കുകയില്ല. പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. വചനം പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്കുള്ള സർവ്വത്തെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ തിരുമുൻപിൽ അങ്ങേക്ക് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ യേശുനാഥൻ പരിശുദ്ധൻ. യേശുവേ, അങ്ങ് പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ യേശുനാഥൻ പരിശുദ്ധൻ. അവൻ ഇമ്മാനുവേലായി ജീവിക്കുന്നു. അവൻ എൻ്റെ ഉള്ളിൽ എന്നും ജീവിക്കുന്നു. അവൻ ഇമ്മാനുവേലായി ജീവിക്കുന്നു. അവൻ എൻ്റെ ഉള്ളിൽ എന്നും ജീവിക്കുന്നു. ഓ, എത്ര നല്ല യേശു. ഓ, എത്ര നല്ല ദൈവമീശോ. ഓ, എത്ര നല്ല യേശു. ഓ, എത്ര നല്ല ദൈവമീശോ. നമ്മുടെ പാപങ്ങൾ മോചിക്കുവാനായി നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച നമ്മുടെ ദൈവം, അവിടുന്ന് തന്റെ തിരുരക്തത്താൽ നമ്മെ പാപത്തിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ആരാധിക്കാം. അവിടുന്ന് അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. നിന്റെ സ്നേഹത്തിനാൽ എന്നെ പൊതിയേണമേ. നിന്റെ ചൈതന്യത്താൽ എന്നെ മൂടേണമേ. നിന്റെ സ്നേഹത്തിനാൽ എന്നെ പൊതിയേണമേ. നിന്റെ ചൈതന്യത്താൽ എന്നെ മൂടേണമേ. നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഓ, എത്ര നല്ല യേശു. ഓ, എത്ര നല്ല ദൈവം. ഓ, എത്ര നല്ല ദൈവമീശോ. ഓ, എത്ര നല്ല യേശു. ഓ, എത്ര
എത്ര നല്ല ദൈവമീശോ. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ സ്നേഹം എത്ര വർണ്ണിച്ചാലും കർത്താവേ മതിയാവുകയില്ല. ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ തന്നെ കർത്താവെ മുങ്ങിക്കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ ചൈതന്യത്തിൽ കർത്താവെ നിറഞ്ഞ് അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുന്നു. അവൻ അബ്രഹാമിൻ ദൈവമായി ജീവിക്കുന്നു, അവൻ ഇസഹാക്കിൻ ദൈവമായി ജീവിക്കുന്നു. അവൻ അബ്രഹാമിൻ ദൈവമായി ജീവിക്കുന്നു, അവൻ ഇസഹാക്കിൻ ദൈവമായി ജീവിക്കുന്നു. അവൻ യാക്കോബിൻ ദൈവമായി ജീവിക്കുന്നു. ഓ എത്ര നല്ല ഈശോ, ഓ എത്ര നല്ല ദൈവമീശോ, ഓ എത്ര നല്ല ഈശോ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഓ എത്ര നല്ല ദൈവമീശോ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുനാഥൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. യേശുനാഥൻ പരിശുദ്ധൻ. ആമേൻ. അവൻ ഇമ്മാനുവേലായി ജീവിക്കുന്നു, അവൻ എൻ്റെ ഉള്ളിൽ എന്നും ജീവിക്കുന്നു. അവൻ ഇമ്മാനുവേലായി ജീവിക്കുന്നു, അവൻ എൻ്റെ ഉള്ളിൽ എന്നും ജീവിക്കുന്നു. എത്ര നല്ല ഈശോ, ഓ എത്ര നല്ല ഈശോയെ, ഓ എത്ര നല്ല ദൈവമീശോ. ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഓ എത്ര നല്ല ഈശോ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഓ എത്ര നല്ല ദൈവമീശോ. ഇന്ന് കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്നും അതുവഴി കർത്താവിൻ്റെ സംരക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.